ഹലോ. അപ്പോൾ ഞങ്ങളിന്ന് വീട്ടിൽ പോവാണ്. ഞങ്ങളെന്ന് പറയുന്നത് ഞങ്ങൾ 5 പേരുണ്ട്. ഇപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഒന്ന് വീട്ടിൽ പോവാണ്. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് ഒരുങ്ങി ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാണ്. ഞങ്ങളെല്ലാവരും കൂടെ ആയിട്ടുള്ള യാത്ര ഭയങ്കര കോമഡി ആയിരുന്നു. ഞങ്ങളുടെ സ്ഥലത്തു നിന്ന് ഞങ്ങൾ ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുവാണ്. ഭയങ്കര വെയിൽ, നല്ല ചൂടുമായിരുന്നു. ഇന്നത്തെ ഒരു ദിവസത്തെ വെയിൽ മൊത്തം ഞങ്ങൾ കൊണ്ടു. അങ്ങനെ ബസ് സ്റ്റോപ്പിൽ വന്നിരിക്കുകയാണ്. ഞങ്ങളുടെ കൂട്ടത്തിൽ 2 പേർക്ക് ഹിന്ദി അറിയാവുന്നതുകൊണ്ട് ഓരോ ബസ് വരുമ്പോൾ ഞങ്ങൾ ചോദിക്കുന്നുണ്ട്. ഒരു ബസ്സിൽ അങ്കിൾ പറഞ്ഞ് ഇത് കയറിപ്പോൾ, ഇത് കയറി കഴിഞ്ഞാൽ വേറൊരു സ്റ്റോപ്പിൽ ഇറങ്ങും, അവിടെ നിന്ന് അടുത്ത ബസ് കയറി പോകാം. അതേ കയറിയപ്പോൾ അങ്കിൾ ഈ സ്ഥലത്തിൻ്റെ പേരൊക്കെ പറയുന്നുണ്ട്. അങ്കിൾ പറയുന്നത് മജസ്റ്റിക്, ഞങ്ങൾ പറയുന്നത് അല്ല അങ്കിൾ SBC ആണ്. സത്യത്തിൽ ഈ മജസ്റ്റിക്, SBC, KSR, ബാംഗ്ലൂർ എന്നൊക്കെ പറയുന്നത് ഒരു സ്ഥലമാണ്. ആ സംഭവം ഞങ്ങൾക്ക് അറിഞ്ഞൂടായിരുന്നു. അങ്കിൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഡൗട്ട് തോന്നി. അപ്പോൾ ഞങ്ങൾ ഗൂഗിളിൽ അടിച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇത് 3 ഒന്നാണ്. പിന്നെ ഞങ്ങൾ വേറൊരു സ്ഥലത്ത് ഇറങ്ങി അടുത്ത ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും. അവിടെയും കുറേ നേരം വെയിറ്റ് ചെയ്തു. അപ്പോൾ ഞങ്ങൾ ഊബറിലൊക്കെ പോകാൻ വേണ്ടി വിചാരിച്ചു. അപ്പോൾ ഊബറിൽ പോവുകയാണെങ്കിൽ കുറച്ചും കൂടി പൈസ ആവത്തില്ല, നമുക്ക് പൈസ ലാഭിക്കാമല്ലോ എന്ന് ഞങ്ങൾ എല്ലാവരും വിചാരിച്ചു. ബസ്സിൽ കയറിയപ്പോഴോ ഒരാൾക്ക് 80 രൂപ. പിന്നെയും ഞങ്ങൾ ചെമ്മി. ഇതിനേക്കാളും നല്ലത് ഊബറിൽ പോകുന്നത്. റെയിൽവേ സ്റ്റേഷൻ ചെന്നപ്പോഴേക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ കൂടുതൽ 2 പേര് ഫുഡൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു, പിന്നെ കഴിച്ചു. ഒത്തിരി നേരം അവിടെ ഇരിക്കണമായിരുന്നു, പക്ഷേ എല്ലാവരും കൂടെ ഉള്ളതുകൊണ്ട് നല്ല രസമായിരുന്നു. ലോക്കലിലാണ് ഞങ്ങൾ പോകുന്നത്. പക്ഷേ ട്രെയിൻ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ നേരത്തെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് സീറ്റ് കിട്ടും. അപ്പോഴേക്കും ഞങ്ങൾ അവിടെ കയറിയിരിക്കുന്നു. പിന്നെ ഞങ്ങളുടെ കോളേജിലെ മിക്കവരും അവിടെ തന്നെ ഉണ്ടായിരുന്നു. ആ ട്രെയിനിലാണ് വന്നത്. അപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു ഞങ്ങളുടെ ഇങ്ങോട്ടുള്ള ജേണി എന്നൊക്കെ പറയുന്നത്. പിന്നെ ഞങ്ങൾ നാട്ടിലെത്തി. അവിടുന്ന് ഞങ്ങൾ ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുവാണ്. പിന്നെയും ബസ് കയറി ഞങ്ങൾ വീട്ടിലെത്തി. അപ്പോൾ ഇത്രേ ഉള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.